ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അവസാനം, ക്ലൈമറ്റിൻ്റെ ഒരു അവസാനത്തേതായ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അത് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ്. ഇത് പൊതുവെ അങ്ങനെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല. വളരെ സിമ്പിളായിട്ടുള്ള, വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ഏരിയാസുമായിട്ട് ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലപോലെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ആക്ച്വലി പഠിക്കാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. സോ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്താ നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഞാൻ പ്രഷർ ബെൽറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിയുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഫ്രം ദി ഇക്വേറ്റർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇക്വേറ്റോറിയൽ ഒരു ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ മേഖലയിൽ ഒരു ഹൈ പ്രഷർ ബെൽറ്റ്, സബ്പോളാർ മേഖലയിൽ ഒരു ലോ പ്രഷർ ബെൽറ്റ്, പോളാർ മേഖലയിൽ ഒരു ഹൈ പ്രഷർ ബെൽറ്റ്. ഇതിന് സമാനമായ രീതിയിലെ സിറ്റുവേഷൻ തന്നെയാണ് ഓൺ ദി സതേൺ ഹെമിസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളോട് പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടായി. ഈ ഇക്വറ്റോറിയലിൽ ലോ പ്രഷർ ബെൽറ്റ് ആകാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹീറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഉയർന്ന തോതിൽ സൂര്യതാപം ഏൽക്കുന്ന പ്രദേശമാണ് ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 0 ഡിഗ്രിക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് മേഖല എന്ന് പറയുന്നത്, ഭൂമധ്യരേഖ ഇക്വേറ്ററിനോട് ചുറ്റും നിൽക്കുന്ന കുറച്ച് ഏരിയ എന്ന് പറയുന്നത്. നല്ലപോലെ ചൂട് കിട്ടുന്ന ആ ഒരു റീജിയൻ ആയതുകൊണ്ട് തന്നെ ആ ചൂട് കിട്ടി അന്തരീക്ഷത്തിലുള്ള വായു ഇവോപ്പറേറ്റ് അല്ല, അവൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അവൻ മുകളിലേക്ക് ഇവിടെ നിന്ന് എക്സ്പെല്ലായി പോവുകയും ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു സഞ്ചരിച്ച് ഭൂമിയുടെ സർക്കുലേഷനും മറ്റും കാരണം സഞ്ചരിച്ച് ഇരു ഭാഗങ്ങളിലേക്കും എത്തുകയും ഈ ഒരു സബ് ട്രോപ്പിക്കൽ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് അവൻ കണ്ടൻസ് ചെയ്യപ്പെടും. മുകളിലേക്ക് പോകാണല്ലോ, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ് അവൻ തണുത്ത് ഈ ഒരു മേഖലയിൽ എത്തുമ്പോഴേക്കും നല്ല ഡെൻസർ ആകുന്ന എയർ ഇവിടെ സങ്കൺ ചെയ്യും. ഇവിടെ വന്ന് വീണ്ടും താഴെ സബ് ട്രോപ്പിക്കൽ മേഖലയിൽ വന്ന എല്ലാ എയറും കൂടി വന്ന് ഇങ്ങനെ താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സബ് ട്രോപ്പിക്കൽ മേഖലയെ ഒരു ഹൈ പ്രഷർ ബെൽറ്റായിട്ട് നമ്മൾ വിളിച്ചത്. കാരണം ഒരുപാട് എയർ പ്രഷർ അവിടെ ഉണ്ട്, ഒരുപാട് എയർ വന്നിങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നും വരുന്ന എയർ എല്ലാം ചെന്ന് ഇറങ്ങുന്ന എവിടെയാണ്? സബ് ട്രോപ്പിക്കൽ മേഖലയിലാണ്. അതിപ്പോൾ നോർത്തിലും സൗത്തിലായാലും സെയിം. സോ ഇവിടെ എന്നിട്ട് ഈ പറയുന്ന കാറ്റുകളെയാണ് വീണ്ടും എന്താ പറയുക, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഈ ഇക്വേറ്ററിനടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ പിന്നെ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും ആകർഷിക്കുക എന്ന് നമ്മൾ പറയും, ഇക്വേറ്റോറിയൽ റീജിയനിലേക്ക് ആകർഷിക്കുക. അങ്ങനെ നോക്കിയാൽ ഇക്വേറ്ററിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു സഞ്ചരിച്ച് സബ്പോളാർ മേഖലയിലെത്തി, അത് സബ്പോളാർ മേഖലയിൽ താഴ്ന്നിറങ്ങി വീണ്ടും ഇക്വേറ്റോറിയൽ മേഖലയിലേക്ക് എത്തി, വീണ്ടും ഇതിങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി താഴെ. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ അല്ലെങ്കിൽ ഒരു സർക്കുലാർ മോഷൻ പോലെ, ഒരു സർക്കുലാർ മൂവ്മെൻറ്റ് പോലെ, വിച്ച് ഈസ് വാട്ട് വി കോൾ ആസ് സർക്കുലേഷൻ. ഒരു സർക്കുലേഷൻ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇക്വേറ്റർ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഇതുപോലെ തന്നെയാണ് സബ് ട്രോപ്പിക്കലും സബ്പോളാറും തമ്മിലും ഇതുമാതിരി ഒരു സർക്കുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്പോളാറും പോളാർ മേഖലയും തമ്മിലും ഇതുമാതിരി തന്നെ ഒരു എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ് സൂചിപ്പിച്ചിരുന്നത്. ഇതിനെയാണ്, അല്ലെങ്കിൽ ഈ 3 ടൈപ്പിലുള്ള ഈ അന്തരീക്ഷത്തിലുള്ള ഈ സർക്കുലേഷൻസ് ആണ് ബേസിക്കലി നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് എന്ന രീതിയിൽ നമ്മളിവിടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഓൾറെഡി ഈ കാര്യം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പ്രഷർ ബെൽറ്റൊക്കെ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ഇത്തരം ഓരോ മേഖലയിലും നടക്കുന്ന സൈക്ലിക് പ്രോസസ്സുകൾക്ക്, ലൈക്ക് ട്രോപ്പിക്കലിനും സബ് ട്രോപ്പിക്കലിനും ഇടയിലുള്ള സൈക്ലിക് പ്രോസസ്സ്, സബ് ട്രോപ്പിക്കലിനും സബ്പോളാറിനും ഇടയിലുള്ള പ്രോസസ്സ്, സബ്പോളാറിനും പോളാറിനും ഇടയിലുള്ള ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ, അതിന് വിളിക്കുന്ന പേരെന്താണെന്നുള്ളതൊന്നും നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള വിശദാംശമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ജോഗ്രഫി സെഷനിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് സിംപ്ലി നെയിം ചെയ്തിട്ടുണ്ട്. 3 സെൽ മോഡൽ സർക്കുലേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ദി സെൽ മോഡൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ദർ ആർ 3 സെൽസ് ഇൻ ഈച്ച് ഹെമിസ്ഫിയർ. ഓരോ ഹെമിസ്ഫിയറിലും 3 സെല്ല് വീതം നമ്മൾ പറയും. അതായത് ഞാനിപ്പോൾ ഈ വരച്ച് കാണിച്ചതുപോലെ തന്നെ ഇക്വേറ്ററിന് മുകളിലോട്ട് എത്ര പറയുന്നോ അത്രയും തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സർക്കുലേഷൻ ഉണ്ട്, ഇവിടെ ഒരു സർക്കുലേഷൻ ഉണ്ട്, ഇവിടെ ഒരു സർക്കുലേഷൻ ഉണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞേ. സോ ഇത് എന്ത് തരത്തിലുള്ള സർക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുക കേട്ടോ. ഇക്വേറ്റോറിയൽ റീജിയനിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു സബ്പോളാറിൽ പോയി താഴ്ന്നു, വീണ്ടും ഇക്വേറ്ററിലേക്ക് വന്നു, വീണ്ടും മുങ്ങുന്നു, പോയി ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോയിട്ട് വേറൊരിടത്ത് പോയി ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു. ആ സർക്കുലേഷനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വടക്ക് 3 സർക്കുലേഷനും
തെക്ക് ഭാഗത്തായിട്ട് 3 സർക്കുലേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എവിടെ? ഏതിൻ്റെ കാര്യത്തിൽ? നമ്മുടെ ഗ്ലോബിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ 3 സർക്കുലേഷൻസിനെ വിശേഷിപ്പിക്കുന്ന പേരെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോടാ, ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നും റൈസ് ചെയ്യുന്ന എയർ സബ്ട്രോപ്പിക്കൽ മേഖലയിൽ ചെന്ന് സിങ്ക് ചെയ്ത് തിരിച്ച് ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് എത്തുന്ന ആ ഒരു സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഹാഡ്ലേ സെൽ. എന്ത് സെല്ലാണ് മക്കളെ? ഹാഡ്ലേ സെൽ. അപ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഹാഡ്ലേ സെൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാറ്റിറ്റ്യൂഡ്സ് എന്നെങ്ങാനും ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഒരു 30 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിൽ അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന സെൽ ബേസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനാണ് ഹാഡ്ലേ സെൽ എന്ന് വിശേഷിപ്പിക്കുക. 2 ഫെറൽ സെൽ. അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നയാൾ സബ്ട്രോപ്പിക്കലിനും സബ് പോളാറിനും ഇടയിലായി നടക്കുന്ന അന്തരീക്ഷ സർക്കുലേഷൻ, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് ഫെറൽ സെൽ. സബ് പോളാറിനും പോളാറിനും ഇടയിൽ നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ വിളിക്കുന്ന പേര്, അത് സിമ്പിളാണ്, എസെൻഷ്യലി പേരിൽ തന്നെ കിടപ്പുണ്ട്, അത് പോളാർ സെൽ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്ത് സെല്ലാ മക്കളെ? പോളാർ. അപ്പോൾ ഹാഡ്ലേയും ഫെറലും പോളാറും HFP എന്നാലോചിച്ചാൽ മതി. അതിൽ പോളാർ പിന്നെയും കുഴപ്പമില്ല, ഇതിലെ എഫ് ഇല്ലായിരുന്നെങ്കിൽ HP ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നോ വല്ലതും വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഹാഡ്ലേ സെല്ല് ഇക്വറ്റോറിയൽ റീജിയൻ, ഫെറൽ സെല്ല് സബ് ട്രോപ്പിക്കൽ ആൻഡ് സബ് പോളാർ, പോളാർ സെല്ല് സബ് പോളാർ ആൻഡ് പോളാർ മേഖലയിൽ നടക്കുന്ന അന്തരീക്ഷ സർക്കുലേഷനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് ദി ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് പാറ്റേൺ. കണ്ടോ? ഇക്വറ്റോറിയൽ റീജിയനിൽ ചൂട് പിടിച്ച് ഉയർന്നു പോകുന്ന കാറ്റ് സഞ്ചരിച്ച് സബ് ട്രോപ്പിക്കൽ മേഖലയിലേക്ക് എത്തുന്നു. ഈ സഞ്ചാരപാതയിലുടനീളം തന്നെ ഇവൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ കുറഞ്ഞ് ഈ സപ്പോളാർ മേഖലയിൽ എത്തുമ്പോഴേക്കും എൻറ്റയർലി നല്ലപോലെ ഡെൻസിഫൈഡ് ആവും ഈ ഒരു എയർ മാസ്. അത് ഡെൻസിഫൈ ചെയ്യപ്പെട്ടതിന് ശേഷം പതിയെ സബ്മേർജ് ചെയ്യപ്പെട്ട് എവിടെ എത്തുന്നു? സബ്മേർജ് എന്നല്ല, സിങ്ക് ചെയ്യപ്പെട്ട് എവിടെ എത്തുന്നു? ആ സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് എത്തുന്നു. അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് മാത്രമല്ല എത്തുന്നത്. ദിസ് ഇസ് ഹാഡ്ലേ സെൽ. ഈ പ്രോസസ്സാണ് ഹാഡ്ലേ സെൽ എന്ന് പറയുക. തൊട്ട് മുകളിലുള്ള കാര്യം നോക്ക്. നമ്മുടെ സബ് ട്രോപ്പിക്കലും സപ്പോളാറും തമ്മിലുള്ള സർക്കുലേഷൻ പാറ്റേൺ നോക്ക്, സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇവിടെയും സബ് പോളാർ മേഖലയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന കാറ്റിനെ സബ് ട്രോപ്പിക്കൽ മേഖലയിലേക്ക് ആകർഷിച്ച് സബ് ട്രോപ്പിക്കൽ മേഖലയിൽ തണുത്ത് വന്ന് സബ്മർജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗങ്ങളിലും സപ്പോളാർ മേഖലയിലേക്ക് വന്ന 2 ഭാഗങ്ങളിൽ നിന്നും വന്ന് എയർ എത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് എ ഹൈ പ്രഷർ ബെൽറ്റ്. അതുകൊണ്ടാണ് ഇതൊരു ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് നിൽക്കുന്നത്. എനിഹൗ, അതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഒരുപാട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മളിത് കണ്ടതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സെല്ല് ഫെറൽ സെല്ല്, അതിനുശേഷം മുകളിൽ ഏറ്റവും പോളാർ റീജിയനിൽ, ഇപ്പോൾ സബ് പോളാറും പോളാറിനും ഇടയിലായിട്ട് നടക്കുന്ന ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള തണുത്ത സർക്കുലേഷൻ, തണുത്ത എയറിൻ്റെ മൂവ്മെൻറ്റ് മാത്രമായിട്ട് കാണുന്നതാണ് പോളാർ സെൽ എന്ന് പറയുക. അങ്ങനെ ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഹാഡ്ലേ സെല്ലിലും ഫെറൽ സെല്ലിലും നമുക്ക് വാം എയർ കറണ്ടും കാണാം, കോൾഡ് ആയിട്ടുള്ള എയർ കറണ്ടും കാണാം. ബിക്കോസ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നവൻ വാം എയർ കറണ്ട് ആയിരുന്നു, അത് സബ്മേർജ് ചെയ്യാൻ വേണ്ടി വരുന്നവൻ കോൾഡ് എയർ കറണ്ടും ആയിരുന്നു. പക്ഷേ പോളാറിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റയർ എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് കോൾഡ് എയർ സർക്കുലേഷനാണ്. അതുകൂടി ഒന്ന് ഓർത്തിരുന്നോണേ. അപ്പോൾ ഹാഡ്ലിയിലും ഫെറലിലും ഹോട്ടും കോൾഡും ഉണ്ട്. പോളാറിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോൾഡ് മാത്രമേ ഉള്ളൂ. അതായത് എയർ കറണ്ട് കോൾഡ് മാത്രമാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുക എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. ക്ലിയർ ആണോ മക്കളെ? റൈറ്റ്. ആദ്യത്തെ ആൾ ഹാഡ്ലേ സെൽ. 1735 1975 ജോർജ് ഹാഡ്ലേ പ്രപ്പോസ്ഡ് എ സെല്ലുലാർ സ്ട്രക്ചർ ഫോർ ദി അറ്റ്മോസ്ഫിയർ. ദ ഹാഡ്ലേ സെൽ ഇസ് ദി സ്ട്രോങ്സ്റ്റ് സർക്കുലേഷൻ ലൂപ്പ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഉള്ള സർക്കുലേഷൻ, നമ്മൾ ഈ പറഞ്ഞ 3 അറ്റ്മോസ്ഫിയർ സർക്കുലേഷനിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹാഡ്ലേ സെല്ല് തന്നെയാണ് കേട്ടോ. കാരണം അത്ര കണ്ട് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ നമുക്ക് ഇക്വറ്റോറിയൽ മേഖല ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദി സ്ട്രോങ് സെൽ എക്സ്പീരിയൻസ്ഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ അത് ഹാഡ്ലേ സെൽ എന്ന് പറയേണ്ടി വരും. 1735 ഇങ്ങനെ ഒരു മോഡലിനെ പറ്റി, 1735 എത്ര കാലം മുമ്പാന്ന് ആലോചിച്ച് നോക്കണം, ജോർജ് ഹാഡ്ലേ എന്ന് പറയുന്ന മനുഷ്യൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? 0 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള ലാറ്റിറ്റ്യൂഡിലാണ്, ബോത്ത് നോർത്ത് ആസ് വെൽ ആസ് സൗത്ത് അല്ലേ. 30 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിലുള്ള വടക്ക് തെക്ക് അക്ഷാംശ രേഖകൾക്കിടയിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സെൽ ബേസ്ഡ് മെക്കാനിസമാണ്, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനാണ്. Intense solar heating at the equator causes air to expand and rise, creating a low pressure belt. Already ഞാൻ പറഞ്ഞു. Upper atmosphere, as the air reaches the top of the troposphere, it moves towards the pole due to the Coriolis effect. ഭൂമിയുടെ റൊട്ടേഷൻ കാരണം മുകളിലേക്ക് എത്തുന്ന അന്തരീക്ഷത്തിലെ എയർ അങ്ങ് പോളാർ റീജിയനിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. പോളാർ റീജിയനിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ
അതങ്ങ് പോളാറിൽ എത്തിക്കൊള്ളൂ നിർബന്ധമില്ല. യാത്രക്കിടയിൽ തന്നെയാണ് ഇവൻ്റെ ഡെൻസിറ്റി കൂടുന്നത്. അറ്റ് ദ ടൈം ഇറ്റ് റീച്ചസ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോഴേക്കും ഇറ്റ് ഈസ് കൂൾഡ് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ഡെൻസ്. അത് തണുത്തത് കൊണ്ട് തന്നെ അത് വളരെയധികം ഡെൻസറായി മാറി, സാന്ദ്രത കൂടിയ അവസ്ഥയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇവൻ പതുക്കെ സിങ്ക് ചെയ്ത് എവിടെ ഇറങ്ങും, 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലേക്ക് വന്നിറങ്ങുന്നതായിട്ടാണ് കാണാൻ പറ്റിയ. ദെയർ ബൈ ഫോമിങ് എ ഹൈ പ്രഷർ ബെൽറ്റ്. The air flows back to the equator from the high pressure belt. The surface winds are known as trade winds. അല്ലേ, ഈ പറയുന്ന സബ് പോളാർ മേഖലയിൽ നിന്ന് പിന്നെ പോളാർ ഇക്വറ്റോറിയൽ മേഖലയിലേക്ക് പിന്നെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, സർഫസ് വിൻഡ്സ് അവിടെ നിന്ന് വീശും. കാരണം ഇവിടെ ലോ പ്രഷർ ആണല്ലോ. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വിൻഡ് വീശുന്ന പോലെ സബ് ട്രോപ്പിക്കൽ മേഖലയിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വിൻഡ് വീശും. അത് നമ്മൾ ട്രേഡ് വിൻഡ്സ് എന്ന് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് ആ സർക്കുലേഷൻ കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ ഹാർഡ്ലി സെൽ എന്ന് പറയുന്ന സംഗതി. ഓൾറെഡി നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡിഫൈൻ ചെയ്ത് പോകാത്തത്. ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പെരിഫറൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഞാൻ ഡിസ്കഷൻ കൊണ്ടുപോയതിന് കാര്യം അതാണ് കേട്ടോ, ഓർക്കാമല്ലോ. റൈറ്റ്. രണ്ടാമത്തെ ആൾ ഫെറൽ സെല്ല്. The Ferrel cell operates between 30 degree and 60 degree latitude, and it is often described as a passive or thermally indirect cell because it is driven by the movement of cells on either side of it. ശരിയാണ്, ഇതൊരു പാസീവാണ്. കാരണം കാര്യമായിട്ടുള്ള തെർമൽ ബാലൻസ് കാരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു തെർമലി ഇൻഡ്യൂസ്ഡ് അല്ല, ഇതൊരു മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് ആണ് എന്നൊക്കെ നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആ ഒരു പ്രഷർ ബെൽറ്റ്സിൻ്റെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു മേഖല, ഈ ഒരു പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഏത് 60 ഡിഗ്രിയിൽ വരുന്ന ആ ഒരു സബ് ട്രോപ്പിക്കൽ മേഖല എന്ന് പറയുന്നത്, സബ് ട്രോപ്പിക്കലല്ലോ സബ് പോളാർ മേഖല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എയർ സർക്കുലേഷൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇതൊരു ഹൈ പ്രഷർ ബെൽറ്റായിട്ട് നിലനിൽക്കുകയും അതിൽ നിന്ന് സബ് പോളാറിലേക്ക് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കലിലേക്ക് കാറ്റ് വന്നെത്തുകയും ചെയ്യുന്ന കണ്ടീഷനാണ്. ഇറ്റ് ആക്ട് ആസ് എ ഗിയർ ഷിഫ്റ്റഡ് by the surrounding cell. Air sinks at 30 degree and moves in പറഞ്ഞ കാര്യം. These surface winds are deflected by the Coriolis effect and becomes westerlies. Yes, at approximately 60 degree latitude, the relatively warm air from the Ferrel cell meets cold air from the polar cell. The warmer air is forced to rise, creating a subpolar low pressure belt. Warmer air അവിടെ നിന്ന് പോയി subpolar low pressure belt ക്രിയേറ്റ് ആവുന്നു എന്നുള്ളതാണ്. The air returns to the subtropics at a higher altitude to complete the loop. കഴിഞ്ഞു. എങ്ങനെ? നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂടാ. ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ കണ്ടതിന് പുറമെ നമ്മുടെ സപ്പോളാർ മേഖലയിൽ നിന്നും റൈസ് ചെയ്യുന്ന എയർ റൈസ് ചെയ്ത് വരുന്ന എയർ സബ് ട്രോപ്പിക്കൽ മേഖലയിലേക്ക് വന്ന് സങ്ക് ചെയ്തിട്ട് ആ ഒരു പ്രദേശത്ത് ഹൈ പ്രഷറായിട്ട് ഫോം ചെയ്യുന്നു. നമ്മുടെ സെല്ല് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. പോളാർ സെല്ല് വരുമ്പോഴും സമാനമായ സിറ്റുവേഷൻ തന്നെയാണ്. ദ പോളാർ സെൽ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 60 and 90 ഡിഗ്രി പിന്നെ ലാറ്റിറ്റ്യൂഡ്സിലാണ് വരിക. തെർമലി ഡിറക്റ്റ് സെല്ല് തന്നെയാണ്, അതായത് തെർമലി ഇൻഡ്യൂസ്ഡ് സെല്ല് തന്നെയാണ് പോളാർ സെല്ല്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫെറൽ എന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഫെറൽ സെൽ ഈസ് എ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് സർക്കുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് നമ്മൾ പ്രഷർ ബെൽറ്റിനകത്ത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് പഠിച്ച കുട്ടികൾക്ക് ഇവിടെ എത്തുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫെറൽ സെൽ മാത്രമാണ് ഇവിടെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സെൽ. ഡൈനാമിക്കലി ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ള എയറിൻ്റെ മൂവ്മെൻറ്റും കൊറിയോലിസ് ഇഫക്റ്റും ഒക്കെ കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ബാക്കി ഇക്വറ്റോറിയലിൽ ആ സർക്കുലേഷൻ നടക്കാൻ കാരണം ഹീറ്റായിരുന്നു പ്രധാനമായിട്ട്. പോളാർ മേഖലയിലെ സർക്കുലേഷന് കാരണവും ഹീറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഹീറ്റിലെ കുറവ് തന്നെയാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂടുതലായാലും കുറവായാലും ഹീറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെയും എന്തെന്ന് തന്നെ പറയുന്നത്, തെർമലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സെൽ ബേസ്ഡ് സർക്കുലേഷൻ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ ഫെറൽ സെൽ അങ്ങനെയല്ല, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണ്. അതിൻ്റെ റൊട്ടേഷനും ചുറ്റുപാടുമുള്ള എയർ സർക്കുലേഷനുമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, so the air flows away from the poles towards the lower altitude. These winds are deflected to become polar easterlies. Polar easterlies കാറ്റിന് നമ്മുടെ കടലിലൂടെ ഉള്ള തിരമാലയ്ക്കൊക്കെ എന്താ പറയുക പാത്രമാകാറുണ്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കാറുണ്ട്. കടലിലുള്ള തിരമാലകളെയും ഒക്കെ സ്വാധീനിക്കാറുള്ളതാണ് എന്നുകൂടി ഓർത്തിരുന്നോണം. When this cold polar air meets the warmer air from the Ferrel cell at 60 degree, the contact zone forms the polar front, a region of weather activity and low pressure. പോളാർ മേഖല എന്ന് പറയുന്നത്, സബ് പോളാർ മേഖല എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വെതർ ആക്ടിവിറ്റിയൊക്കെയാണ്. കാരണം ഈ ഫെറൽ സെല്ലിൽ നിന്നുള്ള ഹോട്ട് എയറും ഈ പോളാർ സെല്ലിൽ നിന്നുള്ള കോൾഡ് എയറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ അത്യാവശ്യം വെതർ ആക്ടിവിറ്റീസ് കാണുന്ന ഒരു പ്രദേശമായിരിക്കും ആ 60 ഡിഗ്രി. Representation of these three cells on each hemisphere is known as a tricellular meridional model. ഇത് വിളിക്കുക ട്രൈസെല്ലുലാർ മെറീഡിയണൽ മോഡൽ എന്നാണ്. ഈ ഒരു 3 സെല്ലിനെയും കൂടി ചേർത്ത് റെപ്രസെൻറ്റ് ചെയ്ത് പറയുന്ന മോഡൽ. ഹാഡ്ലി സെല്ല്, ഫെറൽ സെല്ല്, പോളാർ സെല്ല്. ഈ 3 സെല്ലും കൊണ്ടപ്പോൾ ഗ്ലോബ് കംപ്ലീറ്റ് ആയല്ലോ. ഇപ്പോൾ മുകളിൽ മാത്രമല്ല കേട്ടോ, താഴെയും പറയും. നോർത്തിൽ പറയുന്ന ഇതേ സാധനം തന്നെയാണ് സൗത്തിൽ നടക്കണേ. സോ വെദർ ഇറ്റ് ഈസ് നോർത്ത് ഓർ സൗത്ത് ഡസൻറ്റ് മാറ്റർ. വി ആർ ഹാവിങ് എ എന്താ പറയുക അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ മോഡൽ
ഇൻ 3 ടൈപ്സ്, 3 ടൈപ്സിലുള്ള അറ്റ്മോസ്ഫിയർ സർക്കുലേഷൻ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള എയർ സർക്കുലേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ ട്രൈസെല്ലുലാർ മെറിഡിയനൽ മോഡൽ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. സെറ്റല്ലേ? റൈറ്റ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ചിത്രത്തിൽ തന്നെ വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് ചെയ്യാത്തയാണേ. ദിസ് ഇസ് ഇറ്റ്. ഇപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരുന്ന റീജിയൻ. അവിടെ നിന്ന് എയർ ചൂടായി ഇൻഡോട്രോപ്പിക്കൽ കണ്ടോ ചൂടായി മുകളിലേക്ക് പോകുന്നതും ഇരു ഭാഗങ്ങളിലേക്ക് തണുത്ത് സഞ്ചരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ഹെമിസ്ഫിയർ അങ്ങനെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇത് 30 ഡിഗ്രി ഹൈ ആണ് കേട്ടോ, നമ്മുടെ സബ് ട്രോപ്പിക്കൽ മേഖല. അപ്പോൾ സബ് ട്രോപ്പിക്കലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് തണുക്കുന്നുണ്ടാവും. തണുത്ത് ഇവിടെ വന്നവൻ സങ്കൺ ചെയ്യും. അതുപോലെ ഫെറൽ സെല്ലിൽ നിന്ന് വരുന്ന കാറ്റും ഇവിടെ വന്ന് സങ്കൺ ചെയ്യും. സോ ഇതൊരു ഹൈ പ്രഷർ ഏരിയ ആയിട്ട് മാറി. ദിസ് ബിക്കംസ് ദി ഹാഡ്ലി സെൽ. കണ്ടോ, ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹാഡ്ലി സെല്ലാണ് പറയുന്നത്. ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള അതാണ്. ഫെറൽ സെല്ലും അതുപോലെ 60 ഡിഗ്രിക്ക് ശേഷം ഒരു പോളാർ സെൽ എന്ന അന്തരീക്ഷ സർക്കുലേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ട്രോപ്പിക്കൽ ട്രോപ്പോപോസ്, മിഡ് ലാറ്റിറ്റ്യൂഡ് ട്രോപ്പോപോസ്, പോളാർ ട്രോപ്പോപോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന കാണാൻ. ട്രോപ്പോപോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിൽ പഠിച്ചതാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയുടെ ലിമിറ്റ് അപ്പർ ലിമിറ്റിനാണ്, അല്ലെങ്കിൽ അതിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ ട്രോപ്പോനെയും സ്ട്രാറ്റോനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ബൗണ്ടറിയാണ് നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയുക. കാരണം ഇതിന് മുകളിലേക്ക് പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ നമ്മുടെ ഇക്വറ്റോറിയൽ ബെൽറ്റ് തന്നെ അത്യാവശ്യം സ്ട്രോങ്ങർ ആവുന്നത്, ബിക്കോസ് ദർ ഈസ് ഹാവിങ് എ വൈഡർ ട്രോപ്പോപോസ്. ട്രോപ്പോപോസ് ഒരൽപ്പം വിഡ്ത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോളാർ ഏരിയയിലേക്ക് വരുന്നതനുസരിച്ച് ട്രോപ്പോപോസ് ഒരൽപ്പം ചെറുതായി വരുന്നതായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. ദിസ് ഇസ് ഇറ്റ് അബൌട്ട് ദി സെൽ ബേസ്ഡ് സർക്കുലേഷൻ. സിമ്പിൾ പരിപാടിയാണ്, സിമ്പിളാണ്. അത് ഒരു കാര്യമായിട്ട് പഠിക്കാനില്ല. ഹാഡ്ലി ഇപ്പോൾ ഈ പേരുകളാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. മറ്റേത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പേരുകളാണ് ഇമ്പോർട്ടൻറ്റ്. ഹാഡ്ലി സെൽ 0 to 30 ട്രേഡ് വിൻസ് ആണ് ഉണ്ടാക്കുന്നത്. 0-ൽ റൈസ് ചെയ്യും, 30-ൽ സിങ്ക് ചെയ്യും. ഫെറൽ സെല്ല് 30 to 60 ആണ്. 30-ൽ റൈസ് ചെയ്യും, 60-ൽ പിന്നെ സിങ്ക് ചെയ്യും. വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത് കാറ്റുകളെ നമ്മളാണ് ആ ഭാഗത്ത് കാണാൻ പറ്റുക. പോളാർ സർക്കുലേഷൻ്റെ കാര്യം 60 and 90. 60-ൽ റൈസ് ചെയ്യും, 90-ൽ സിങ്ക് ചെയ്യും. അതിനെ പോളാർ ഈസ്റ്റേർലീസ് എന്ന രീതിയിലും വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് സൂചിപ്പിക്കുക. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അറ്റ്മോസ്ഫെറിക് സർക്കുലേഷൻ. ഏത് സെൽ ബേസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ രീതികളെ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചത്. പേരുകൾ പ്രത്യേകിച്ച് ഓർത്തിരുന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് വലിയ തോതിലൊന്നും അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരാനില്ല. പിന്നെ നമ്മൾ എപ്പോഴും പൊതുവെ പഠിക്കുന്നൊരു സാധനമാണല്ലോ ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ എന്താണ് ജെറ്റ് സ്ട്രീം എന്നതിനെ പറ്റിയിട്ടൊരു വിശദമായൊരു ഡിസ്കഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം. സി വാട്ട് ആർ ജെറ്റ് സ്ട്രീംസ് ആൻഡ് വേർ ആർ ദീസ് ജെറ്റ് സ്ട്രീംസ് ഒക്കറിംഗ് എന്ന് ചോദിച്ചാൽ, ജെറ്റ് സ്ട്രീംസ് ആർ നാരോ ബാൻഡ്സ് ഓഫ് ഫാസ്റ്റ് മൂവിങ് എയർ ഇൻ ദി അപ്പർ ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. എവിടെയാണ്? അപ്പർ ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയറിൽ താരതമ്യേന ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എയർ കറണ്ടിനെ വിളിക്കുന്ന പേര്, നാരോ ആയിട്ടുള്ള എയർ ബാൻഡുകൾ വിളിക്കുന്ന പേരാണ് ജെറ്റ് സ്ട്രീം. ക്ലിയർ ആണോ? അപ്പോൾ ആരാ ജെറ്റ് സ്ട്രീം? അന്തരീക്ഷത്തിൽ ഉപരിഘട്ടങ്ങളിൽ, അന്തരീക്ഷത്തിൻ്റെ ഉയരങ്ങളിൽ താരതമ്യേന കാറ്റ് വീശുന്ന പ്രദേശങ്ങൾക്ക് മുകളിലായിട്ട് എയർ കറൻസ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. നാരോ ആയിട്ടുള്ള ബാൻഡ്സ് ഓഫ് എയർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. വേർ ഇറ്റ് ഈസ് ഹാവിങ് എ വെലോസിറ്റി ഫാസ്റ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദി അതർ വിൻഡ്സ്. ട്രോപ്പോസ്ഫിയറിൽ മറ്റ് വിൻഡുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ, വളരെ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടി, എന്നാൽ വളരെ നാരോ ആയിട്ട് വീശുന്ന ഒരു എയർ കറണ്ടിനെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുക. ദേ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഗ്ലോബൽ വെതർ പാറ്റേൺസ് ബൈ ട്രാൻസ്പോർട്ടിംഗ് മോയ്സ്ചർ ആൻഡ് ഡയറക്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ഹൈ ആൻഡ് ലോ പ്രഷർ സിസ്റ്റംസ്. ഇത് നമ്മൾ എൽനിനോ ലാനിനോ പോലുള്ള പ്രതിഭാസങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും കണ്ട കാര്യമാണ്. എൽനിനോയിലൊക്കെ ഈ ജെറ്റ് സ്ട്രീമിൻ്റെ ഡയറക്ഷനെ വ്യത്യാസം വരുത്താറുണ്ട്. ജെറ്റ് സ്ട്രീമിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വന്നതുകൊണ്ട് പലയിടത്തും കൂടുതൽ മഴ കിട്ടുകയും ചിലയിടത്ത് വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ജെറ്റ് സ്ട്രീം വരുമ്പോൾ അത് മോയ്സ്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലപോലെ മഴ കൊണ്ടുവരുന്ന കണ്ടീഷൻ വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഗ്ലോബൽ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് തന്നെ നമുക്ക് ആരെ പഠിക്കാൻ പറ്റും? ജെറ്റ് സ്ട്രീമിനെ പഠിക്കാൻ പറ്റും. jet streams form near the boundaries of these atmospheric circulation cells. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 3 സെല്ലില്ലടാ, ഹാഡ്ലി, ഫെറൽ ആൻഡ് പോളാർ സെൽസ്. ഈ സെല്ലുകളുടെ ബൗണ്ടറീസ് ഉണ്ടല്ലോ, ഓരോന്നും കൂടിച്ചേരാൻ സാധ്യതയുള്ള പ്രദേശം. ഓരോ സെല്ലിൻ്റെ, ഇപ്പം ഹാഡ്ലി സെല്ലിൻ്റെ എൻഡ് ഫെറൽ സെല്ല് തുടങ്ങുന്നിടം ആ ഒരു ബൗണ്ടറി, അതുപോലെ ഫെറൽ സെല്ലിൻ്റെ എൻഡ് പോളാറിൻ്റെ ഇത് തുടങ്ങുന്നിടം ആ ഒരു ബൗണ്ടറി. ഈ ബൗണ്ടറികളിൽ നിന്നാണ് എസെൻഷ്യലി പൊതുവേ ഈ പറയുന്ന ജെറ്റ് സ്ട്രീമുകളുടെ ഒരു ഒറിജിനേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പൊതുവേ ആ ഒരു ബൗണ്ടറികളിലാണ്. They are driven by the sharp temperature differences between cold polar air and warm tropical air. The greater the temperature difference, the faster the wind is. അപ്പോൾ ജെറ്റ് സ്ട്രീമുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നതും ജെറ്റ് സ്ട്രീമുകൾ ഫ്ലോ ചെയ്യുന്നതിൻ്റെയും പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാന
കാരണം ആരെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെയാണ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് തന്നെയാണ്. ദ ഹയർ ദ ഗ്രേഡിയൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഹയർ വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദി ജെറ്റ് സ്ട്രീം എന്നും പറയേണ്ടി വരും കേട്ടോ. വെലോസിറ്റി കൂടും താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ, താപനിലയുടെ വ്യത്യാസം വളരെ ഉയർന്നതായിട്ട് കണ്ടിരുന്നാൽ. The temperature contrast creates a steep pressure gradient in the upper atmosphere. As air moves from high to low pressure, the Earth's rotation deflects it, causing it to flow horizontally at high speed from west to east. കോറിയോലിസ് എഫക്റ്റിൻ്റെ കൂടി പ്രഭാവം ഉള്ളതിനാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഉയർന്ന പ്രതലത്തിൽ ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് ജെറ്റ് സ്ട്രീമുകളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീമുകൾ അങ്ങനെയാണ് പിന്നെ ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ജെറ്റ് സ്ട്രീംസ്. അപ്പോൾ ടൈപ്സ് ഒക്കെ ഉണ്ടോ? ജെറ്റ് സ്ട്രീം എന്നൊരു ഒറ്റ സാധനമല്ലേ? അല്ല, രണ്ട് തരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ജെറ്റ് സ്ട്രീമുകളെ പറയാറുണ്ട്. 2 പ്രൈമറി ജെറ്റ് സ്ട്രീംസ് ആർ ദെയർ. ഒന്ന് പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം ഉണ്ട്, ഒന്ന് പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം. എന്താണ് പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം? സ്വാഭാവികം ഇക്വറ്റോറിയലിനല്ലാതെ പിന്നുള്ള ഇക്വറ്റോറിയലാണ്. പിന്നെ അപ്പോൾ പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫെറൽ സെല്ലും പോളാർ സെല്ലും തമ്മിലുള്ള ഒരു ബൗണ്ടറിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഘടകമായിരിക്കണം. ഫൗണ്ട് ബിറ്റ്വീൻ 45 and 60 degrees of latitude, primarily 60 degrees of latitude. It forms where the cold polar cell meet the warm feral cell. നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? തൊട്ട് മുന്നേ പഠിച്ചപ്പോൾ അത് തന്നെയാണ് അല്ലേ. അതായത് കോൾഡ് ആയിട്ടുള്ള പോളാർ സെല്ല് വാമറായിട്ടുള്ള ഫെറൽ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ബൗണ്ടറിയിലാണ് എന്തുണ്ടാവുക? പൊതുവേ പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ് ജെറ്റ് സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് ജനറലി സ്ട്രോങ്ങർ ആൻഡ് മോർ മിയാൻഡറിങ് ദാൻ ദി സബ് ട്രോപ്പിക്കൽ ജെറ്റ്. പോളാർ ജെറ്റ് സ്ട്രീം അല്ലാണ്ട് നമുക്കൊരു സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഉണ്ട്. നമ്മുടെ ട്രോപ്പിക്കലിൻ്റെയും നമ്മുടെ അത് ഹാഡ്ലി സെല്ലും ഫെറൽ സെല്ലും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. പൊതുവെ അങ്ങനെയാണ് ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവുക എന്നുള്ളത്. ഈ ചിത്രത്തിൽ നോക്കിയാലും നിങ്ങൾക്കറിയാം, കണ്ടോ? പോളാർ ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ് ഇവിടെ ഈ ബ്ലൂ കളറിൽ ഒരുത്തൻ ഒഴുകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞ് പിങ്ക് കളറിൽ താഴെയും മറ്റൊരുത്തനും പോകുന്നത് കാണാൻ പറ്റും. സോ ദീസ് ആർ ദി 2 ജെറ്റ് സ്ട്രീംസ് ദാറ്റ് ആർ ജനറലി ഹാപ്പനിങ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഇവിടെ മിയാൻഡറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് ഒഴുകി പോകുന്ന പരിപാടിനെയാണ് നമ്മൾ റിവർ മിയാൻഡറിംഗ് ഒക്കെ പഠിച്ചിട്ടില്ല. ഇങ്ങനെ നദി ഒഴുകി പോകുന്നതാണ് റിവർ മിയാൻഡറിംഗ്. സോ ദിസ് വളഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു ഒഴുക്കിനെയാണ് നമ്മൾ മിയാൻഡറിംഗ് എന്ന് പറയുക. ഇവിടെയും ജെറ്റ് സ്ട്രീമുകൾക്ക് എന്തുണ്ടെന്നാണ് പറയണേ? മിയാൻഡറിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മിയാൻഡറിംഗ് ആർക്ക് കാണാൻ സാധിക്കും? പോളാർ ജെറ്റ് സ്ട്രീമുകൾക്ക് കാണാൻ സാധിക്കും. താരതമ്യേനെ ആരോട്? സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മിയാൻഡറിംഗ് കാണാൻ സാധിക്കും. ഈ പോയിന്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ് ആർ ഹാവിങ് മോർ മിയാൻഡറിംഗ് ദാൻ പിന്നെ പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ തെറ്റ്. നേരെ തിരിച്ച പോളാർ ഹാവിങ് മോർ മിയാൻഡറിംഗ് ദാൻ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയേണ്ടതുണ്ട്. ഇറ്റ് ഹെവിലി ഇൻഫ്ലുവൻസസ് മിഡ് ലാറ്റിറ്റ്യൂഡ് വെതർ ആൻഡ് ദി പാത്ത് ഓഫ് സ്റ്റോം. രണ്ടാമത്തെ ആൾ സബ് ട്രോപ്പിക്കൽ ജെറ്റ് ഫൗണ്ട് അപ്രോക്സിമേറ്റ്ലി അറ്റ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. സ്വാഭാവികം. ആരുടെയൊക്കെ കോൺഫ്ലുവൻസിൽ, ആരൊക്കെ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത്? ഹാഡ്ലേ സെല്ലും ഫെറൽ സെല്ലും മീറ്റ് ചെയ്യുന്ന ഇടങ്ങളിലായി ആ ഒരു ബൗണ്ടറിയിൽ ഫോം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ആൾ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുക. It sits at a higher altitude than the polar jet because of the troposphere is thicker near the equator. ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആവും. ശരിയല്ലേ? നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ട്രോപ്പോപോസ് എന്ന് പറഞ്ഞ് കാണിച്ചൊരു ചിത്രം നിങ്ങൾ കണ്ടതാണ്. ഇക്വറ്റോറിയൽ റീജിയനിൽ ആ ട്രോപ്പോപോസിൻ്റെ ഹൈറ്റ് കൂടുതലും ഇങ്ങനെ പോളാർ മേഖലയിലോട്ട് വരുന്ന സമയത്ത് ആ ട്രോപ്പോപോസിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുമല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ജെറ്റ് സ്ട്രീം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിലാണ് ഒഴുകുന്നതെങ്കിൽ ഈ 30 ഡിഗ്രിയിൽ ഉണ്ടാകുന്ന ജെറ്റ് സ്ട്രീം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ അവന് സഞ്ചരിക്കാൻ പറ്റും. അതായത് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന് പോളാർ ജെറ്റ് സ്ട്രീമിനേക്കാൾ ഉയരത്തിൽ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിയാൻഡറിങ് കൂടുതലുള്ളത് പോളാർ ജെറ്റിനാണ്. എന്നാൽ കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്ന കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ പോളാർ ജെറ്റാണോ സബ് ട്രോപ്പിക്കൽ ജെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമാണ്. വൈ? ബിക്കോസ് ഓഫ് ദി ട്രോപ്പോസ്ഫിയേഴ്സ് തിക്നെസ് ഇസ് മോർ നിയർ ദി ഇക്വേറ്റർ. ഇക്വേറ്ററിനടുത്തേക്ക് വരുമ്പോൾ ട്രോപ്പോസ്ഫിയർ തിക്നെസ് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കൊണ്ട് ആ ഒരു എയർ സർക്കുലേഷന് കുറച്ചുകൂടി മുകളിലേക്ക് സഞ്ചരിക്കുവാനുള്ള പോസിബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കാനുള്ള പോസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സബ് ട്രോപ്പിക്കൽ ജെറ്റിന് പോളാർ ജെറ്റിനെ അപേക്ഷിച്ച് ഉയരം കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് മോർ പെർസിസ്റ്റൻറ്റ് ബട്ട് ജനറലി ലെസ് ഇൻറ്റൻസ് ദാൻ ദി പോളാർ ജെറ്റ് എക്സെപ്റ്റ് ഡ്യൂറിങ് സർട്ടൻ സീസണൽ ഷിഫ്റ്റ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ മറ്റേ എൽ നിനോ ഒക്കെ പോലുള്ള പ്രതിഭാസം പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ അല്ലാണ്ട് പൊതുവെ ഇവൻ അത്ര ഉണ്ട് ഇൻറ്റൻസ് അല്ല. അപ്പോൾ പോളാർ ജെറ്റിനെ അപേക്ഷിച്ച് ഇൻറ്റൻസിറ്റി കുറവാണ് സബ് ട്രോപ്പിക്കൽ ജെറ്റിന് എന്നാണ് പറയുന്നത്. കാരണം മറ്റേത് തന്നെ കേട്ടോ. ഇവൻ കുറേ കൂടെ ഉയരത്തിലല്ലേ നിൽക്കണേ. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്രൗണ്ട് ബേസ്ഡ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസിനെ നേരിട്ട് വന്ന് വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഘടകം കുറയും. പോളാർ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കുറച്ചുകൂടി ഈസിലി കോൺടാക്റ്റ് ഉണ്ട്.
ഇവൻ അത്ര കോൺടാക്ട് ഇല്ല, കുറച്ചുകൂടി അകലെയാണെന്നുള്ളത് കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് ഇവൻ്റെ ഇൻറ്റൻസിറ്റി താരതമ്യേന കുറവായിരിക്കും. ട്രോപ്പിക്കൽ ജെറ്റ്, സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ് ആർ ലെസ് ഇൻറ്റൻസ് ദാൻ ദി പോളാർ ജെറ്റ്. ഈ രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ ക്ലിയർലി നോട്ട് ഓൺ ചെയ്ത് പോകണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട്. പ്രോപ്പർട്ടീസും ബിഹേവിയർ നോക്കിയാൽ യൂഷ്വലി ലൊക്കേറ്റഡ് നിയർ ദി ട്രോപ്പോപോസ് ബിറ്റ്വീൻ 9 and 16 കിലോമീറ്റേഴ്സ് എബവ് ദി സർഫസ്. അതെ, ഇപ്പോൾ സർഫസിന് മുകളിലായിട്ട് ഒരു 9 മുതൽ 16 കിലോമീറ്ററിൻ്റെ ഇടയിലൊക്കെയാണ് പൊതുവേ ആര് നിൽക്കുന്നത്, രണ്ടും കേട്ടോ, ഈ പറയുന്ന ജെറ്റ് സ്ട്രീമുകൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. വിൻഡ് സ്പീഡ് ടിപ്പിക്കലി റേഞ്ച് ഫ്രം 110 to 185 km/h ബട്ട് ക്യാൻ എക്സീഡ് 400 km/h ഇൻ വിൻ്റർ വെൻ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ആർ ഹയസ്റ്റ്. പൊതുവെ ഓർത്ത് വെച്ചോണേ, ഈ ജെറ്റ് സ്ട്രീമുകളുടെ കാറ്റിൻ്റെ വേഗത 110 മണിക്കൂറിൽ 110 മുതൽ 185 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കുക. അത് പക്ഷേ ജെറ്റ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പറയൂല, സർഫസ് വിൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടേ പറയുള്ളൂ. ബട്ട് ജെറ്റ് സ്ട്രീംസിൻ്റെ വിൻഡിൻ്റെ വേഗതയാണ് 110 മുതൽ 185 വരെ ജനറലി. പക്ഷേ ഇറ്റ് ക്യാൻ എക്സീഡ് 400 കിലോമീറ്റർ, 400 km/h കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുവാനുള്ള പോസിബിലിറ്റി ഉള്ളതാണ് ജെറ്റ് സ്ട്രീംസ്. ഇപ്പോൾ പർട്ടിക്കുലർലി ഈ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വിൻ്ററൊക്കെ പോലുള്ള സാഹചര്യങ്ങളിൽ പോളാർ മേഖലയിൽ അതീവ ഗുരുതരമായ രീതിയിൽ തണുപ്പും ഇക്വറ്റോറിയൽ റീജിയനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവ്ലി ഹൈ കൈൻഡ് ഓഫ് വെലോസിറ്റിയിൽ ഇവന്മാർ ഒഴുകും. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കൂടുതലാണെങ്കിൽ ഇവൻ ഒഴുകുന്ന വേഗതയും കൂടുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ശരി തന്നെയാണത്. റോസ് ബൈ വേവ്സ് എന്ന രീതിയിൽ ഇപ്പോൾ എന്താണ് റോസ് ബൈ വേവ്? ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചാൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഇങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ചോദിച്ചാൽ അടിപൊളിയായിരിക്കും. ഇത് പഠിച്ചവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. ജെറ്റ് സ്ട്രീംസ് ഡു നോട്ട് ഫ്ലോ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അവന് മിയാൻഡറിങ് ഉണ്ട്, ആണോ ഇല്ലേ? അവനൊരു മിയാൻഡറിങ് ഉണ്ട്, ഇങ്ങനെ വളഞ്ഞ് അവൻ ഒഴുകും. നിങ്ങൾ ഈ ചിത്രമൊക്കെ നോക്കിയാൽ അറിയാം, ജെറ്റ് സ്ട്രീംസിൻ്റെ ഒഴുക്കിന് ഒരു മിയാൻഡറിങ് ഉണ്ട്. ഈ പറയുന്ന ട്രാവൽ പാറ്റേൺ വിളിക്കുന്ന പേരാണ് റോസ് ബൈ വേവ്സ് അല്ലെങ്കിൽ റോസ് ബി വേവ്സ്. പിടിയിട്ടുണ്ടോ? അപ്പോൾ എന്താ റോസ് ബി വേവ്സ് എന്ന് പറഞ്ഞാൽ, ജെറ്റ് സ്ട്രീംസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ഫോളോ ചെയ്യുക, പിന്നെയോ അവരൊരു വേവി പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഒരു മിയാൻഡറിങ് പാറ്റേൺ ഫ്ലോ ചെയ്തിട്ടാണ് ഒഴുകുക. ആൻഡ് ദാറ്റ് പാറ്റേൺ ഇസ് നോൺ ആസ് റോസ് ബി വേവ്സ്. ആ പാറ്റേൺ വിളിക്കുന്ന പേരാണ് റോസ് ബി വേവ്. When the jet stream curves towards the pole, bringing warm air north, അതിന് വിളിക്കുന്ന പേരാണ് റിഡ്ജസ്. ദ റിഡ്ജസ് ജെറ്റ് സ്ട്രീം നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ പോളാർ റീജിയനിലോട്ട് ഇങ്ങനെ ഈ വളഞ്ഞു പോകുന്ന പാർഷനിൽ ഒരു പോർഷൻ ഇങ്ങനെ നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോളാർ മേഖലയിലേക്ക് കയറുമല്ലോ. ആ അതായത് ഈ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് റിഡ്ജസ്. ആണോ? അതായത് നോർത്തിലേക്ക് ഷിഫ്റ്റ്, പോളാർ മേഖലയിലേക്ക് വാം കറണ്ടിനെ ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് റിഡ്ജസ്. പിന്നെ ഉള്ളത് ട്രഫാണ്. ട്രഫ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഈ താഴോട്ട് നിൽക്കുന്ന സാധനമില്ലേ, താഴോട്ട് നിൽക്കുന്നത്, ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രഫ്. അതായത് ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്, തണുത്ത കാറ്റിനെ ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യിച്ച് വയ്ക്കുന്ന കണ്ടീഷനെയാണ് ട്രഫ് എന്ന് പറയുക. എന്താ പറയുക, നമ്മുടെ റിഡ്ജ് എന്ന് പറയുമ്പോൾ ചൂടുള്ള കാറ്റിനെ പോളാർ മേഖലയിലിട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന കണ്ടീഷനെയാണ് റിഡ്ജ് എന്നും പറയുക. അത് എന്തിൻ്റെ ഭാഗമാണ്? റോസ് ബി വേവ്സിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പോകുന്നല്ലോ വേവ്. ഇത് റിഡ്ജാണ്, കാരണം ഇവിടെ പോളാർ മേഖലയാണ്, പോളാർസ്. ഇത് ഇങ്ങോട്ട് താഴെ സബ് പോളാർ, പിന്നെ ഇങ്ങോട്ട് താഴെ വരുമ്പോൾ ഇക്വേറ്റർ വരുമല്ലോ. ഈ സാധനം എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രഫ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തണുത്ത കാറ്റാണ്, ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടോ ചൂട്, ആ ഒരു രീതിയിൽ. ഓക്കെ, അതുകൊണ്ടാണ് റിഡ്ജ് ട്രഫ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നതെന്ന് മാത്രം. പൈലറ്റ് യൂസസ് ജെറ്റ് സ്ട്രീംസ് ടു സേവ് ഫ്യൂവൽ ആൻഡ് ടൈം വെൻ ഫ്ലൈങ് ഈസ്റ്റ് വൈൽ അവോയ്ഡിങ് ദം വെൻ ഫ്ലൈങ് വെസ്റ്റ് ടു റെഡ്യൂസ് ഹെഡ് വിൻഡ്. ഇവൻ്റെ ഡിറക്ഷൻ നമ്മൾ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ, ഇപ്പോൾ ഫ്ലൈറ്റ് വല്ലതും നമ്മളിപ്പോൾ ഈസ്റ്റിലോട്ട് ഫ്ലൈ ചെയ്ത് പോകുന്ന കണ്ടീഷൻ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈസ്റ്റിലോട്ട് ഓൾറെഡി എന്തുണ്ടേ, ജെറ്റ് സ്ട്രീം ഉണ്ട് അല്ലേ? ജെറ്റ് സ്ട്രീം ഈസ്റ്റിലോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈസ്റ്റിലോട്ട് ജെറ്റ് സ്ട്രീം ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഈസ്റ്റിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നതെങ്കിൽ, ഈസ്റ്റിലോട്ടാണ് നമ്മുടെ ഫ്ലൈറ്റിന് പോകേണ്ടതെങ്കിൽ പൊതുവേ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ പണ്ട് കപ്പലുകൾ, കാറ്റിൻ്റെ പായ്ക്കപ്പലുകൾ കാറ്റിനെ ആശ്രയിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ സിമിലറായിട്ട് വിമാനത്തിൻ്റെയും ഫ്യൂവൽ സേവ് ചെയ്യുക, ഒന്ന് ന്യൂട്രൽ ഇട്ട് വെച്ചിരുന്നാൽ ഇറക്കത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ ഈ ഒരു ജെറ്റ് സ്ട്രീംസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈസ്റ്റിലോട്ടുള്ള മൂവ്മെൻറ്റുകളെ പൈലറ്റുകൾ ചൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഒരു പരിധി വരെ. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചാണ് ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ജെറ്റ് സ്ട്രീമിൻ്റെ പാത്ത് അവോയ്ഡ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. കാരണം ഹെഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മുന്നിൽ നിന്ന് എതിരെ വരുന്ന വിൻഡിനെ നമ്മൾ ഹെഡ് വിൻഡ് എന്ന് പറയാം. ആ ഒരു ഹെഡ് വിൻഡ് അവോയ്ഡ് ചെയ്യാൻ, കാരണം ജെറ്റ് സ്ട്രീംസിന് ഓപ്പോസിറ്റായിട്ട് ഫ്ലൈറ്റിന് വരേണ്ടി വന്നാൽ കുറച്ച് കൂടുതൽ ഫ്യൂൽ ബേൺ ചെയ്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ജെറ്റ് സ്ട്രീമുകളെ അവോയ്ഡ് ചെയ്ത് പിന്നെ വെസ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റുകൾ കാണിക്കാറുണ്ട്. അതുപോലെ വെതർ പ്രഡിക്ഷനൊക്കെ
ജെറ്റ് സ്ട്രീമിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയൊക്കെ വെതറിൻ്റെ പ്രഡിക്ഷനൊക്കെ പറയാൻ പറ്റും. കുറച്ചൊക്കെ വെതർ പ്രഡിക്ഷൻസിൽ വരാൻ പോകുന്ന ഹീറ്റ് കൂടുവോ, വരാൻ പോകുന്ന മഴ കൂടുവോ കുറയോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ചെറിയ ഇൻഫ്ലുവൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ്, മൊത്തത്തിൽ ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഘടകം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽനിനോ വന്ന സമയത്ത് ജെറ്റ് സ്ട്രീമിന് സൗത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ മോയ്സ്ചർ കൂടുതൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻസീവായിട്ട് കൂടുതൽ മഴ അവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ അവിടെ ക്ലൈമറ്റിനെയും ആര് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് കാണാം, ജെറ്റ് സ്ട്രീംസ് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. ക്ലിയർ അല്ലേ? റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. പോളാർ ജെറ്റ് സ്ട്രീം ആൻഡ് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. പോളാർ ജെറ്റ് സ്ട്രീം കാണുന്ന ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് 45 to 60 ഡിഗ്രി ആണ്. അവർ ലോവർ അറ്റ്മോസ്ഫിയറിലൂടെയാണ് ലോവർ എന്ന് പറയും, തീരെ ലോവർ എന്നല്ല, ഒരു 9 to 12 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിനൽ റേഞ്ചിലായിരിക്കും ഒബ്സർവ് ചെയ്യുക. പോളാർ ഫ്രണ്ട് ആണ് കോൾഡ് വേഴ്സസ് വാം. അതുപോലെ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഡയറക്ഷൻ എല്ലാത്തിനും സെയിം ആണ്. വെസ്റ്റ് ടു ഈസ്റ്റ് തന്നെയാണ് അവന്മാരെല്ലാവരും മൂവ് ചെയ്യുക. വെസ്റ്റേർലീസ് ആണ് എല്ലാ ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറയുന്നത്. സബ് ട്രോപ്പിക്കൽ ആകുമ്പോൾ അറൗണ്ട് 30 ഡിഗ്രിയിലാണ് കാണുക. 13 to 16 കിലോമീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡിൽ, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ളൊരു ഓൾട്ടിറ്റ്യൂഡിൽ കാണാൻ സാധിക്കും. ഹാഡ്ലി ഫെറൽ ബൗണ്ടറിയിലാണ് ഇവിടെ നമ്മുടെ പിന്നെ പോളാർ അല്ലേ, ഫെറൽ സെല്ലിൻ്റെയും പോളാർ സെല്ലിൻ്റെയും ബൗണ്ടറിയിലാണ് കാണുക. മൂവ്മെൻറ്റ് സെയിം തന്നെയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ജെറ്റ് സ്ട്രീംസ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ജെറ്റ് സ്ട്രീംസിനുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടത് മനസ്സിലായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? അടിപൊളിയല്ലേ? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നോക്കിയിരുന്നത് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇതിൻ്റെ ഒരു സർക്കുലേഷൻ ബേസ്ഡ് കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പ്രഷർ ബെൽറ്റ്സ് പോലുള്ള കോൺസെപ്റ്റ് പഠിച്ച കാര്യമാണ്, അല്ലെങ്കിൽ നോക്കിയ കാര്യമാണ്. അതിനെ നെയിം ബേസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് സെൽ ബേസ്ഡ് സർക്കുലേഷൻസ് ആയിട്ട് ചിലർ നാമകരണം ചെയ്യപ്പെട്ട് ഈ പറയുന്ന സർക്കുലേഷനെ നാമകരണം ചെയ്തിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് നോക്കിപ്പോയത്. ശേഷം കണ്ടത് ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അന്തരീക്ഷത്തിൽ കാണുന്ന വായു സഞ്ചാരങ്ങളെ പറ്റിയിട്ടുമാണ്. ജെറ്റ് സ്ട്രീമുകളിൽ തന്നെ 2 തരത്തിലുണ്ട്. പോളാർ ജെറ്റ് സ്ട്രീമും സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും ഉണ്ടെന്ന് കണ്ടു. പോളാർ ജെറ്റ് സ്ട്രീമുകൾ പൊതുവേ കാണപ്പെടുന്നത് ഈ സെല്ലുകൾ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസിൻ്റെ ബൗണ്ടറികളിലാണെന്ന് നമ്മൾ പറഞ്ഞു. പോളാർ എന്ന് പറയുമ്പോൾ ഫെറൽ സെല്ലും പോളാർ സെല്ലും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റായ 45 to 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചിലും, സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ഹാഡ്ലി സെല്ലും ഫെറൽ സെല്ലും മീറ്റ് ചെയ്യുന്ന ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചിലുമായിരിക്കും ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഓരോ ജെറ്റ് സ്ട്രീമിനും അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. ഒന്നിനും മറ്റൊന്നിനേക്കാൾ വേഗത കൂടുതൽ, ഉയരം കൂടുതൽ, ഇൻറ്റൻസിറ്റി കൂടുതൽ എന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവ തമ്മിലുള്ള കോറിലേഷനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായി. ജെറ്റ് സ്ട്രീമുകൾ ജനറലി ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്നതും ഓർത്തിരുന്നേക്കണം. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ സെഷൻ കൊണ്ട് നിങ്ങളിലേക്ക് കൺവേ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിൽ ഈ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് കാണുന്നത് വരെ ഒരു ചെറിയ ഇടവേള. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.